സംസ്ഥാനത്തെ ഒരു മന്ത്രി കേവല പൗരനല്ല. ഏതെങ്കിലും ഒരാൾ കാര്യഗൗരവമില്ലാതെ ആ മട്ടിൽ പെരുമാറിയാൽ തന്നെ സമൂഹത്തിന്റെ ചാലക ശക്തിയാകേണ്ട വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നേതൃത്വം നൽകുന്നയാൾ അങ്ങനെ ആയിക്കൂടാ. തോന്നുന്ന വിളിക്കനുസരിച്ച് നയപ്രഖ്യാപനം നടത്തുന്ന മന്ത്രിയുടെ രീതി വിദ്യാഭ്യാസ മേഖലയിൽ അലോസരമുണ്ടാക്കാനേ സഹായിക്കും. മുൻപിൻ നോക്കാതെ തീരുമാനമെടുക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ സ്വഭാവം ലോകർക്ക് മുമ്പിൽ വെളിപ്പെട്ട ആദ്യ സന്ദർഭം സംസ്ഥാന കലോത്സവമാണ്. കോവിഡിനെ തുടർന്ന് മുടങ്ങിപ്പോയ കലോത്സവം 2 വർഷത്തിനു ശേഷം പുനരാരംഭിച്ചപ്പോൾ അത്ഭുതപൂർവമായ പൊതുജന പങ്കാളിത്തമാണ് കോഴിക്കോടുണ്ടായത്. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം അപ്പീലുകൾ കുറഞ്ഞതിനാൽ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതും ആ കലോത്സവത്തെ ശ്രദ്ധേയമാക്കി. എന്നാൽ നവമാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ചർച്ച ഇതിനെക്കുറിച്ചൊന്നുമായിരുന്നില്ല. കലോത്സവത്തിലെ ഭക്ഷണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് വിവാദമുയർന്നത്. 2 കാര്യങ്ങളിലാണ് വിമർശകർ ഉന്നയിച്ചത്. ഒന്ന്, കലോത്സവത്തിൽ സസ്യാഹാരം മാത്രമേ നൽകുന്നുള്ളൂ, സസ്യേതര വിഭവങ്ങളും വേണം. 2, സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് പാചകത്തിന് പതിവായി നേതൃത്വം നൽകുന്നത്, അത് മാറണം. കലോത്സവ തിരക്കിനിടയിൽ മത്സരാർത്ഥികളായ കുട്ടികളോ അധ്യാപകരോ സംഘാടകരോ ഒന്നുമല്ല, പുറമേ നിന്നുള്ള ഭക്ഷണപ്രിയരായ ചിലരാണ് വിവാദത്തിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും അടുത്ത കലോത്സവം മുതൽ സസ്യേതര വിഭവങ്ങൾ കൂടി വിളമ്പുമെന്ന് വിവാദമുയർന്നപടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മുതൽ സസ്യേതര വിഭവങ്ങളും വിളമ്പും. അതിന്റെ അർത്ഥം പാചകപ്പുരയിൽ പഴയിടം ഉണ്ടാവുകയില്ല എന്നുകൂടിയാണല്ലോ. പക്ഷേ പിറ്റേ വർഷമായപ്പോൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രിയുടെ പ്രഖ്യാപനം പാഴായിപ്പോയെന്ന് ബോധ്യപ്പെട്ടു. പഴയിടത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സസ്യ ഭക്ഷണശാലയിൽ മന്ത്രി എത്തുകയും ചെയ്തു. വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കുന്നതിലെ മണ്ടത്തരം വെളിവായിട്ടും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ മന്ത്രിയും വകുപ്പും ഇതുവരെ തയ്യാറായിട്ടുണ്ടായില്ലെന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. സ്കൂളിലെ പഠന സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള തീരുമാനവും തിടുക്കപ്പെട്ടതായിരുന്നു. ഒരു വിഭാഗം എതിർത്തുയർത്തിയപ്പോൾ കണ്ട മന്ത്രിയുടെ പതറിച്ച അത് തെളിയിച്ചു. 6 മണിക്കൂറിന്റെ വ്യതിയാനം ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് നിമിത്തമായി. ഒടുക്കം പതിവ് പോലെ കുതിരയ്ക്ക് മുന്നിൽ വണ്ടിയെ കെട്ടി തീരുമാനത്തെ ശേഷം എതിർപ്പുള്ളവരെ വിളിച്ച് ചർച്ച ചെയ്തു. എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് ചർച്ചകൾ നടത്തി. വ്യവസ്ഥാപിതമായ രീതിയിൽ സമയം പുനഃക്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ മടിയിൽ ചെന്ന് തലകുറിക്കേണ്ട ദുരവസ്ഥയിൽ വിദ്യാഭ്യാസ മന്ത്രി പെടില്ലായിരുന്നു. ഏതാനും മണിക്കൂറുകൾ അധികം കിട്ടുമെന്ന ന്യായത്തിൽ ഈ പുനഃക്രമീകരണമായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നതെന്ന ചോദ്യവും പ്രസക്തമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന കടുത്ത വെല്ലുവിളികളിൽ ഒന്നാണ് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഇന്നും തുടർന്നു പോകുന്ന സമയക്രമം. പകൽ മുഴുക്കെ കുട്ടികൾ പള്ളിക്കൂടത്തിലാണിപ്പോഴും. കടുത്ത ശൈത്യമേഖലയിൽ പോലും അതിരാവിലെ ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഉച്ചയ്ക്ക് തൊട്ടു മുമ്പ് ബെല്ലടിച്ചു തുടങ്ങുന്ന നമ്മുടെ പഠനക്രമം. ഉച്ചറ ഭക്ഷണത്തിന്റെ മെനു പരിഷ്കരിച്ചുകൊണ്ടിറക്കിയ ഉത്തരവും ഇതുപോലെ അപ്രതീക്ഷിതമായിരുന്നു. ഏറെക്കുറെ പരാതികളില്ലാതെ വിഭവസമൃദ്ധമല്ലെങ്കിലും സംവിധാനത്തിന്റെ താങ്ങാനാവും വിധത്തിലാണ് ഉച്ചഭക്ഷണം പദ്ധതി പോയിക്കൊണ്ടിരുന്നത്. പൊടുന്നനെയാണ് അത് പോരെന്ന് ഉന്നതങ്ങളിലുള്ളവർക്ക് തോന്നുന്നത്. മെനുവിൽ കാര്യമായ കൂട്ടിച്ചേർക്കലുകൾ വരുത്തി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സമൃദ്ധമായ ആഹാരം വിളമ്പുന്നതിനെ ആരും എതിർക്കില്ല. എന്നാൽ അത് നിലനിന്നു പോകുന്നതിനെ കുറിച്ചും തലപ്പത്തുള്ളവർക്ക് ചിന്ത വേണ്ടേ? ആഹാരം പാകം ചെയ്യുന്നവർ നിലവിൽ തന്നെ അസംതൃപ്തരാണ്. സമയത്തിന് കൂലി കിട്ടാറില്ല. പ്രധാനാധ്യാപകർ പ്രയാസപ്പെട്ടാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു വിധത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് കൂനിന്മേൽ കുരു പോലെ മെനു പരിഷ്കരണം വരുന്നത്. വിഭവങ്ങൾ കൂടുതൽ വേണം, പാചകത്തിന് ആളുകളും സമയവും വേണം. ഇതിനൊക്കെയുള്ള ഫണ്ട് എവിടെ? ആ ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. അടുത്തിടെ ഉണ്ടായ സുഗുംബ വിവാദവും പരാമർശിക്കാതെ വയ്യ. കുട്ടികൾക്ക് ശാരീരിക ക്ഷമത അനിവാര്യമാണ്. അധ്യാപകർക്കും അതിനായി ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവരുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഒരു വലിയ സിസ്റ്റത്തെ അടിമുടി സ്വാധീനിക്കാവുന്ന ഒരു പരിഷ്കരണ പ്രവർത്തനം ഈ മട്ടിലാണോ തുടങ്ങേണ്ടിയിരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? ഒരു തട്ടിലും ഒരു തരത്തിലുമുള്ള ചർച്ചയും നടന്നില്ല. ഒരു പ്രഭാതത്തിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി എവിടെയോ ഒരിടത്ത് സൂമ പ്രത്യക്ഷപ്പെടുന്നു. അതൊരു സാംക്രമിക രോഗം പോലെ പടർന്നു പിടിക്കുന്നു. ഒരു വിഭാഗം പതിവ് പോലെ എതിർക്കുന്നു. ഭരണ സംവിധാനം എന്തു ചെയ്താലും ന്യായീകരിക്കണമെന്ന് തെറ്റിദ്ധരിച്ച സംഘടനകൾ വീറോടെ പ്രതിരോധിക്കുന്നു. അനാവശ്യ ധൃതിയുടെ ഫലം എന്തായി? സൂംബ വന്നതുപോലെ അപ്രതീക്ഷിതമായി. ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ പതിവ് പോലെ കലോത്സവ തിരക്കിലേക്ക് കാലുകുത്താനിരിക്കുന്നവർക്ക് മുമ്പിൽ എന്ത് സൂംബ? മലബാറിലെ ഒരു സ്കൂളിൽ നടന്ന പരിപാടികൾക്കിടയിൽ 2 പെൺകുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഒരു ആഗ്രഹം പറഞ്ഞു. ആഘോഷ ദിനങ്ങളിൽ യൂണിഫോമിന് പകരം കളർ വസ്ത്രം ധരിക്കാൻ അനുവദിക്കണം. ന്യായമായ ആവശ്യം. യൂണിഫോം നടപ്പായ കാലം മുതൽ കുട്ടികൾ ഇത് പറയുന്നുണ്ട്. അധ്യാപകരും വകുപ്പിലെ ഓഫീസർമാരും നിരന്തരം കേൾക്കുന്നതുമാണ്. മന്ത്രി പക്ഷേ ആദ്യമായാണ് ഇങ്ങനൊരു ആവശ്യം കേൾക്കുന്നത്. പിന്നെ മേലും കീഴും ഒന്നും നോക്കിയില്ല. മധ്യ കേരളത്തിലെത്തിയതും ഉത്തരവ് പാസാക്കി. ഇനി മുതൽ ആഘോഷ ദിനങ്ങളിൽ യൂണിഫോം വേണ്ട.
വാസ്തവത്തിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തിന് വിരുദ്ധമാണ് യൂണിഫോം. അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതത്ര നല്ല രീതിയിലാണെങ്കിൽ അധ്യാപകർക്കിടയിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോൾ മന്ത്രി ചെയ്തത് എത്ര നല്ല കാര്യം എന്ന് തോന്നും. എന്നാൽ വാത്സല്യ പ്രകടനത്തിനിടയിൽ മന്ത്രി മറന്നുപോയൊരു കാര്യമുണ്ട്. യൂണിഫോം അല്ലാതെ കാണാൻ കൊള്ളാവുന്ന വസ്ത്രമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളും എണ്ണം കുറവാണെങ്കിലും ഈ നാട്ടിലുണ്ട്. അവരുടെ മുഖം മനസ്സിൽ തെളിയുന്നത് കൊണ്ടാണ് കളറടിക്കാൻ പാങ്ങുള്ളവർ വന്ന് പറയുമ്പോൾ അധ്യാപകർ മൗനം പാലിക്കുന്നത്. ഒരു സ്കൂളിൽ അത്തരമൊരു കുട്ടിയുണ്ടെന്ന് കരുതുക. അധ്യാപകർ ആ കുട്ടിക്കൊപ്പമേ നിൽക്കൂ. മാനുഷികതയുടെ മഹാസ്രോതസ്സായി അധ്യാപക വർഗം ഇന്നും പരിഗണിക്കപ്പെടുന്നതിന് പിന്നിൽ ഇത്തരം കാരണങ്ങളുണ്ടെന്ന യാഥാർത്ഥ്യം പക്ഷേ മന്ത്രിക്കറിയണമെന്നില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു യൂണിഫോം എന്ന മറ്റൊരാശയവും ഏതോ ഒരു തോന്നലിൽ അടിസ്ഥാനത്തിൽ ഈ മന്ത്രി പ്രഖ്യാപിച്ചതും ആരും മറന്നിട്ടില്ല. ഇപ്പോൾ മന്ത്രിക്ക് പോലും അക്കാര്യം ഓർമ്മ കാണില്ലെന്ന് മാത്രം. അധ്യാപകരെ പാമ്പുപിടുത്തം പരിശീലിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിനും ഏറെ പഴക്കമില്ല. അതിനെ പ്രഖ്യാപനം എന്നാണോ ഭീഷണി എന്നാണോ വിളിക്കേണ്ടതെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം. സംസ്ഥാനത്തെ തൊഴിൽ വിഭാഗത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ശ്രേണിയെ അധികൃതർ എത്ര നിസ്സാരമാണ് കാണുന്നതെന്ന് നോക്കൂ. സ്കൂളിലും പരിസരങ്ങളിലും പാമ്പു ശല്യമുണ്ടെങ്കിൽ അതകറ്റാൻ അധ്യാപകരെ പാമ്പിനെ പിടികൂടുന്നതിൽ പ്രാവീണരാക്കുകയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് കൂടുതൽ എന്തു പറയാൻ. അധ്യാപകർ ഇത്ര നിസ്സാരമായി പരിഗണിക്കപ്പെട്ട മറ്റൊരു സന്ദർഭം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്തതായി ഉണ്ടായത് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവുമാണ്. അത് അത്ര വേണ്ടത്ര ആലോചനകൾക്ക് ശേഷമല്ല വന്നതെന്ന് ഉറപ്പാണ്. വിദ്യാർത്ഥികളിൽ വായനാശീലം കുറയുന്നു. അത് അവരുടെ പഠന മികവിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ കുട്ടികളുടെ വായനാശീലം വളരണം. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എന്നാൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം മറ്റൊന്നാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സ്കൂളുകളിൽ നടക്കുന്ന വൈവിധ്യമാർന്ന പഠനാനുബന്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ഒരാളും ഇങ്ങനെ പറയില്ല. അതിരിക്കട്ടെ, പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള വായനയുടെ കാര്യമാണല്ലോ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പുറം വായന നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? അധിക വായന പഠനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കേണ്ടതല്ലേ? കേരളത്തിലെ ഒരു കുട്ടി 3 ഭാഷകളും അതിലധികം ഭാഷേതര വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് ഓരോന്നുമായും ബന്ധപ്പെട്ട അധിക വായന അനിവാര്യമാണ്. എല്ലാ വിഷയവുമായും ബന്ധപ്പെട്ട മികച്ച കൃതികൾ ബാലസാഹിത്യ വിഭാഗത്തിൽ തന്നെ കിട്ടുന്ന നാടാണിത്. അതൊക്കെ കണ്ടെത്തുന്നതും ആസ്വദിച്ച് വായിച്ച് കുറിപ്പുണ്ടാക്കുന്നതുമൊക്കെ അതത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിലൂടെ പകർന്നു കിട്ടുന്ന പ്രേരണയിലൂടെ തന്നെയല്ലേ? അങ്ങനെ നേടുന്ന അധിക അറിവുകളുടെ വിനിമയവും അതാത് ക്ലാസ്സുകളിലൂടെ നടക്കേണ്ടതല്ലേ? ഇതിൽ എവിടെയാണ് ഗ്രേസ് മാർക്കിന്റെ സ്ഥാനം? ഇതിൽ എവിടെയാണ് ഗ്രേസ് മാർക്കിന്റെ ആവശ്യം? അതിന്റെ മാനദണ്ഡം എന്തായിരിക്കും? ഇനി പത്രപാരായണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നിലധികം പത്രങ്ങൾ ഓരോ ക്ലാസ്സിലും സ്പോൺസർമാർ വഴി സൗജന്യമായി കിട്ടുന്ന സ്കൂളുകളാണ് കൂടുതലും. അത് വായിക്കുന്നതിന് ഗ്രേസ് മാർക്ക് നൽകുകയെന്നാൽ നമുക്കുണ്ടെന്ന് നാം ആഘോഷിക്കുന്ന പഠന നിലവാരത്തെ ഇകഴ്ത്തലല്ലേ? ഹൈസ്കൂളിൽ എത്തുന്നതോടെ മഹാഭൂരിപക്ഷം കുട്ടികളും സമാന്തര പഠനത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത്. സ്കൂളിൽ ചെലവഴിക്കുന്ന അത്ര തന്നെ സമയം സമാന്തര സ്ഥാപനത്തിലും അവർ ചെലവിടുന്നു. ട്യൂഷൻ എവിടെയുമില്ല. പഠന പ്രവർത്തനങ്ങൾ തന്നെ നേരാവണ്ണം ചെയ്തു തീർക്കാൻ ഇത് കാരണം കുട്ടികൾക്കാവുന്നില്ല. പിന്നെ അവരെങ്ങനെയാണ് അധിക വായനയ്ക്ക് സമയം കണ്ടെത്തുന്നത്? ഇനി ഗൗരവമായ അധിക വായനയിലൂടെ പഠനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക ദീർഘകാല പദ്ധതിയാണ് ലക്ഷ്യമെങ്കിൽ 2 കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അധിക വായനയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര സമയം കിട്ടുന്ന വിധം വിദഗ്ധർ ദീർഘകാലമായി ആവശ്യപ്പെടും വിധം സ്കൂളുകളിലെ സമയക്രമം മാറ്റണം. ഉച്ചയോടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ സ്വതന്ത്രരാകണം. 2, സമാന്തര പഠനം ആവശ്യമായി തോന്നാത്ത വിധം സ്കൂൾ പഠനത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ നടപടി സ്വീകരിക്കണം. ഓണപരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തണമെന്നും അത് നേടാത്തവർ പ്രത്യേക ക്ലാസുകൾക്ക് വിധേയമാകണമെന്നുമുള്ള അവസാനം വന്ന പ്രഖ്യാപനവും ആവശ്യമായ ആലോചനകൾക്ക് ശേഷമുള്ളതല്ല. അധ്യാപകർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. റെമഡിയൽ ക്ലാസുകൾ എങ്ങനെയാക്കണമെന്നോ അതെങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നോ അവർക്കറിയില്ല. അധ്യാപകരെ മുഖവിലക്കെടുക്കാതെയുള്ള ഏത് നീക്കവും പരാജയത്തിൽ കലാശിക്കുമെന്നതിന് എത്രയെങ്കിലും അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അതൊന്നും മന്ത്രിക്കോ അനുചര വൃത്തത്തിനോ ബാധിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. തോന്നുമ്പോൾ തോന്നുന്നത് പോലെ നടപ്പാക്കാനുള്ള ഇടങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അത്ര നല്ലതല്ല.